നീതുവാണ്. പിന്നെ നീതുവാണ്. പിന്നെ ചൂരമലയിൽ ഉരുള് പൊട്ടിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ വെള്ളം. ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറയൂ സാനോ സാറ്, ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങളിന്ന് രക്ഷപ്പെടുത്താം. ചൂരമല എവിടെയാണ്? ചൂരമല സ്കൂളിന്റെ അവിടെ മേലേന്ന് മറിഞ്ഞു വീണ് പോന്നതാ. ആണോ? വീട്ടിലൊക്കെ വെള്ളമാണ്. ഒന്ന് ആരോടെങ്കിലും ഒന്ന് നിങ്ങളൊന്ന് പറ. ശരി 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 ശരി. ഇല്ല, ഞങ്ങളുടെ അടുത്തുള്ള വീട്ടുകാർ മാത്രം, ഒരു 5-6 കുടുംബക്കാർ മാത്രമേ ഇവിടെയുള്ളൂ. ആണല്ലേ? ആ, അതുപോലെ നമ്മുടെ ഒരു ANM സ്റ്റാഫ് ദിവ്യ, അവരൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാനൊരു 1 മണി ആയപ്പോ വിളിച്ചു. വെള്ളത്തിന്റെ സൗണ്ട് പുഴയിൽ കൂടെ പോകുന്നുണ്ടല്ലോ എന്നും പറഞ്ഞിട്ടേ. അപ്പൊ ഞങ്ങൾ എഴുന്നേറ്റ്, ഞങ്ങളൊരാളെ വിളിച്ചിട്ട് വെള്ളം എങ്ങനെ ഉണ്ടെന്നറിയാം. അപ്പൊ ഞങ്ങള് പിന്നെ എഴുന്നേറ്റ്, ഞാനും പപ്പൻ ചേട്ടൻ എഴുന്നേറ്റ് നോക്കി. അപ്പൊ മുറ്റത്തൊക്കെ വെള്ളം, അത് ഉറവ് പൊട്ടിയ വെള്ളമുണ്ട്. അപ്പൊ പുഴയില് സൗണ്ട് ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞപ്പോ ഭയങ്കര ചെളീന്റെയും ഇഞ്ചിന്റെ ഒക്കെ സ്മെല്ല്. അപ്പൊ ഞാന് ചേട്ടനോട് പറഞ്ഞു, ചേട്ടായി പുഴയുടെ നല്ല ഇത് പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു ചെയ്തു. അത് കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ടിങ്ങ് വന്നു. നമ്മളിപ്പോൾ കേട്ട ശബ്ദം വിംസ് ആശുപത്രിയിലെ സ്റ്റാഫായ നീതുവിന്റേതാണ്. ഈ ദുരന്ത വിവരം ലോകത്തെ ആദ്യം അറിയിച്ചവരിൽ ഒരാളാണ് നീതു. പക്ഷേ നീതുവിനെ കുറിച്ച് ഇപ്പോൾ യാതൊരു വിവരവുമില്ല. ഹലോ മോളെ, നിങ്ങള് സ്ഥിതി എന്താ? എവിടെയാ ഉള്ളത് നിങ്ങള്? വീട്ടിലുണ്ട്, വെള്ളമാണ്. എല്ലാരും കുറെ പേരൊക്കെ ഇവിടെ എത്തിച്ചു. ഇനി അറിയില്ല, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഇനി പൊട്ടിയാൽ ഞങ്ങളൊക്കെ പോകും. മോളെ, സ്ഥലം എവിടെയാ നിങ്ങള്? ചൂരമല ഹൈസ്കൂൾ റോഡ്. ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ്. പക്ഷെ അകത്തൊക്കെ വെള്ളമാണ്. താഴെയുള്ളവരൊക്കെ എങ്ങനെ രക്ഷപ്പെട്ട് വന്നു എന്ന് ഞങ്ങൾക്കറിയില്ല. പറ്റാതെ വെള്ളമായിരുന്നു. ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. നീതു ആ വിവരം അറിയിച്ച വിംസ് ആശുപത്രിയിലെ മാനേജർ ഓൺ ഡ്യൂട്ടിയിലുള്ള പ്രവീൺ നമ്മോടൊപ്പമുണ്ട്. എന്താണ് നീതു ആ വോയിസിലൂടെ പറഞ്ഞത്? പിന്നീട് എന്താണ് നീതുവിനെ കുറിച്ചുള്ള ഒരു വിവരം? നമുക്ക് ഏകദേശം രാവിലെ ഒരു 2 മണിക്കാണ് കോള് വരുന്നത്. 2 മണിക്ക് കോള് വന്നിട്ട്, ഞാൻ നീതുവാണ്, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഉരുളപൊട്ടലുണ്ടായി, അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ആരെങ്കിലും വിട്ടിട്ടൊന്ന് സഹായിക്കണം, രക്ഷപ്പെടുത്തണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കോള് നമ്മളെ വല്ലാതെ വിഷമിപ്പിച്ചു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇതിനു മുമ്പ് നമുക്ക് പുത്തുമല ഒരു ദുരന്തം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഷോക്ക് തന്നെ മാറിയിട്ടില്ല. അപ്പോഴാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് അവിടെ നമ്മുടെ ഒരു മെമ്പർ ഉണ്ടായിരുന്നു, നമ്മുടെ സ്പോട്ടിൽ എമർജൻസിയിൽ അവരുടെ ഹസ്ബൻഡിനെ കാണിക്കാൻ വേണ്ടി വന്നു. അവരോട് പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ മറ്റ് ഒഫീഷ്യൽസിനെയും ആൾക്കാരെയൊക്കെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയിക്കുകയാണ് ചെയ്തത്. ഞങ്ങളുടെ ഒരു വലിയൊരു വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഏറ്റവും നല്ല ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് നീതു എന്ന് പറയുന്ന ആൾ. ആ ഒരു വോയിസിന് ശേഷം ആളുടെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതുവരെ കിട്ടിയിട്ടില്ല. കുടുംബാംഗങ്ങളൊക്കെ നീതുവിന്റെ അവര് ഹസ്ബൻഡും വീട്ടുകാരും രക്ഷപ്പെട്ടു. അവരിവിടെ അവരുടെ ഹസ്ബൻഡിന്റെ അമ്മയും ഹസ്ബൻഡും ഇവിടെ ട്രീറ്റ്മെന്റിലാണ് ഉള്ളത്. അപ്പോൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു അത്ഭുതത്തിൽ നീതു രക്ഷപ്പെട്ടു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലും കാത്തിരിപ്പിലാണ് ഞങ്ങൾ ഓരോരുത്തരും. വെള്ളാർമലയിലെ റിസോർട്ടിൽ നിന്ന് കാണാതായ ഒഡീഷ സ്വദേശികളായ ഡോക്ടറെ തിരയുകയാണ് ബന്ധുക്കൾ. 4 അംഗ സംഘത്തിലെ 2 പേർ രക്ഷപ്പെട്ട് ആശുപത്രിയിലുണ്ട്. ഒരു 4 അംഗ സംഘത്തിലെ ഒരു ഡോക്ടറുടെ മൃതദേഹം ലഭിക്കുകയുണ്ടായി. അവരിൽ 2 പേരിപ്പോൾ, അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 4 പേരിൽ 2 പേരിപ്പോൾ വിംസ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. പക്ഷേ ഒരു ഡോക്ടറെ കുറിച്ച് ഇനിയും ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ഓരോ ക്യാമ്പുകൾ തേടിയും ഓരോ ആശുപത്രികൾ തേടിയും മൃതദേഹം സൂക്ഷിച്ച സ്ഥലങ്ങൾ തേടിയും അവരുടെ ബന്ധുക്കൾ, ഒറീസയിൽ നിന്നും വന്ന ബന്ധുക്കൾ ഇപ്പോഴും തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ബന്ധുക്കൾ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. कब वो लोग इधर पहुंच गया? कौन सा रिसोर्ट में था वो लोग? शायद वो चूरनमला के कोई एक रिजॉर्ट में थे. रिजॉर्ट तो नहीं, इट वाज अ होम स्टे. पहले वो लोग अच्छा खासा मतलब 5 स्टार प्रॉपर्टी में थे, बट ऑल ऑफ अ सडन क्यों कैंसिल किए, यहाँ पे क्यों आए, वो मुझे पता नहीं चल रहा है. उसका रीजन पे मैं फिगर आउट करना नहीं चाहती हूँ. माई ओनली कंसर्न इज नाउ दैट इट हैज बीन 72 hours and आई एम नॉट एबल टू फिगर आउट वेयर माई ब्रदर इज. And my brother name is Swadhin Panda. I really request Kerala government and Odisha government is also here. If something can be done around like getting him, and I know like all the generic searches have been done so far since yesterday, and all the like bodies have been figured it out. They figured out all the bodies. But I heard that yesterday one boy from Bihar, he himself rescued himself from the like 100 feet down from the like soil only. He was staying inside. If some focus can be the search can be focused around like
particularly around the Swadhin Panda and particularly around that area, around the Linora homestay. I think that is the Linora homestay. That what information I have received so far. If some searches can be done surrounding that to that place, maybe मतलब 10 किलोमीटर इधर उधर आगे पीछे देख के, and they can like look for particularly for Swadhin Panda. That is definitely going to be helpful for me. It's been like 72 hours. It is getting more stressful environment at my home, and the pressure is like quite high, and I'm not really feeling good about it. I would request like if something can be done around the search, I would really be grateful for that.